പ്രിയപ്പെട്ട കുട്ടികളെ, പി ബ്ലോക്ക് എലമെൻസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന നൈട്രജൻ്റെ പ്രോപ്പർട്ടീസും നൈട്രജൻ്റെ കോമ്പൗണ്ട്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫോസ്ഫറസിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ കോമ്പൗണ്ട്സും ഒക്കെ ആയിരിക്കും. നമുക്കറിയാം ഫോസ്ഫറസ് 3 അലോട്രോപ്പിക് ഫോംസ്. അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരേ എലമെൻറ്റിൻ്റെ തന്നെ വ്യത്യസ്ത ഫോമുകളെയാണെന്ന് വിളിക്കുക, വ്യത്യസ്ത രൂപത്തിലുള്ള ഫോമുകളെയാണ് വിളിക്കുക അലോട്രോപ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഫോസ്ഫറസ് 3 അലോട്രോപ്പിക് ഫോമുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അത് വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ് ആൻഡ് ബ്ലാക്ക് ഫോസ്ഫറസ് ആണ്. 3 അലോട്രോപ്പുകൾ ഏതൊക്കെയാണ്? വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ് ആൻഡ് ബ്ലാക്ക് ഫോസ്ഫറസ്. ആദ്യത്തെ വൈറ്റ് ഫോസ്ഫറസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതൊരു വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളറിലുള്ള വാക്സി സോളിഡാണ്. പിന്നെ അതൊരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. വൈറ്റ് വാക്സി പോയിസണസ് സോളിഡ്. പിന്നെ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് സൊല്യൂബിൾ ഇൻ കാർബൺ ഡൈ സൾഫൈഡ്. വാട്ടറിൽ ലയിക്കില്ല, പക്ഷെ കാർബൺ ഡൈ സൾഫൈഡിൽ ലയിക്കും. പിന്നെ ഡിസോൾവ്സ് ഇൻ NaOH ഫോമിങ് ഫോസ്ഫീൻ. NaOHൽ ഡിസോൾവ് ചെയ്തില്ലെങ്കിൽ ലയിച്ചിട്ട് എന്ത് ഫോം ചെയ്യും? ഫോസ്ഫീൻ. ഫോസ്ഫീൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിസണസ് ഗ്യാസ് തന്നെയാണ്. ഫോസ്ഫീൻ ഫോം ചെയ്യുന്നു. അതുപോലെ ഹൈലി റിയാക്റ്റീവ് ഡ്യൂ ടു ആംഗുലാർ സ്ട്രെയിൻ. ഇപ്പോൾ വൈറ്റ് ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതൊരു P4 ടെട്രാഹെഡ്രാണ്. P4 ടെട്രാഹെഡ്ര. അപ്പോൾ ഇവിടെ എല്ലാ ഫോസ്ഫറസ് ആറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ ആംഗുലാർ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്ര ചെറിയ ബോണ്ട് ആംഗിൾ ഉള്ളതുകൊണ്ട് ഈ ആംഗിൾ എപ്പോഴും ആ ആംഗിൾ വികസിപ്പിക്കാനായിരിക്കും നോക്കണം. അപ്പോൾ അവിടെ ഒരു സ്ട്രെയിൻ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആംഗുലാർ സ്ട്രെയിൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെ ആംഗുലാർ സ്ട്രെയിൻ ഉള്ളത് കൊണ്ട് ഇത് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ P4 ടെട്രാഹെഡ്ര അത് ഓപ്പൺ ആക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് വൈറ്റ് ഫോസ്ഫറസ് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കുന്നത്? കാരണം ഡ്യൂ ടു ദ ആംഗുലാർ സ്ട്രെയിൻ ഇൻ P4 ടെട്രാഹെഡ്ര. പിന്നെ റെഡിലി ക്യാച്ചസ് ഫയർ ഇൻ ഓക്സിജൻ ഫോമിങ് ഫോസ്ഫറസ് പെൻഡോക്സൈഡ്. P4 ഓട്ടൺ എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എയറിലൊന്നും ഈ വൈറ്റ് ഫോസ്ഫറസ് സൂക്ഷിക്കാൻ സാധിക്കില്ല. സാധാരണ നമ്മളത് വെള്ളത്തിനടിയിലാണ്, വെള്ളവുമായിട്ട് റിയാക്ഷൻ ഇല്ല, അതുകൊണ്ട് വെള്ളത്തിനടിയിലാണ് സൂക്ഷിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് കെമി ലൂമിനസൻസ് കാണിക്കും, അതായത് ഗ്ലോസ് ഇൻ ദ ഡാർക്ക്. ഈ വൈറ്റ് ഫോസ്ഫറസ് ഗ്ലോ ചെയ്യും, ഡാർക്കിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ ഗ്ലോ ചെയ്യും. അടുത്തത് റെഡ് ഫോസ്ഫറസ് ആണ്. റെഡ് ഫോസ്ഫറസ് വൈറ്റ് ഫോസ്ഫറസിനെ അപേക്ഷിച്ച് ലെസ് റിയാക്റ്റീവ് ആണ്. ഇപ്പോൾ ഈ റെഡ് ഫോസ്ഫറസ് നമ്മൾ വൈറ്റ് ഫോസ്ഫറസിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് പ്രിപ്പയർ ചെയ്യുന്നത് വൈറ്റ് ഫോസ്ഫറസിനെ 573 കെൽവിൻ വരെ ചൂടാക്കിയാണ്. അപ്പോൾ ഒരു ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ വൈറ്റ് ഫോസ്ഫറസിനെ 573 കെൽവിൻ വരെ ചൂടാക്കിയാൽ നമുക്ക് റെഡ് ഫോസ്ഫറസ് കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് വയലറ്റ് കളറാണ് ഇതിനുള്ളത്. പിന്നെ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് CS2. വാട്ടറിലും കാർബൺ ഡൈ സൾഫൈഡിലും ഇത് ഡിസോൾവ് ചെയ്യുന്നില്ല. പിന്നെ ലെസ് റിയാക്റ്റീവ് ആൻഡ് ഡസ് നോട്ട് ഗ്ലോ ഇൻ ഡാർക്ക്. ലെസ് റിയാക്റ്റീവ് ആണ്, പിന്നെ ഇരുട്ടിൽ ഗ്ലോ ചെയ്യുന്നില്ല. അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചറിൽ പോളിമറിക് P4 ചെയിൻസ് ആണുള്ളത്. P4 ടെട്രാഹെഡ്രയുടെ പോളിമറിക് ചെയിൻസ്. അപ്പോൾ ഒന്നിലധികം P4 ടെട്രാഹെഡ്ര ജോയിൻ ചെയ്താണ് ഇതിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ നോൺ ടോക്സിക് ആണ്. ടോക്സിക് എന്ന് പറഞ്ഞാൽ അധികം വിഷകരമൊന്നുമല്ല, പിന്നെ ലെസ് റിയാക്റ്റീവ് ആണ്. അപ്പോൾ അത്രയാണ് റെഡ് ഫോസ്ഫറസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ റെഡ് ഫോസ്ഫറസ് ഉണ്ടായിരിക്കുന്ന വൈറ്റ് ഫോസ്ഫറസിനെ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ 573 കെൽവിൻ വരെ ചൂടാക്കിയാണ്. പിന്നെ വാട്ടറിലും കാർബൺ ഡൈ സൾഫൈഡിലും ലയിക്കുന്നില്ല. ലെസ് റിയാക്റ്റീവ് ആൻഡ് ഡസ് നോട്ട് ഗ്ലോ ഇൻ എയർ. പിന്നെ P4 ടെട്രാഹെഡ്ര തന്നെ പോളിമറിക് ചെയിനുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നോൺ ടോക്സിക് ആണ്, വിഷകരമല്ല. പിന്നെ അടുത്ത മൂന്നാമത്തെ അലോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഫോസ്ഫറസ് ആണ്. ഈ ബ്ലാക്ക് ഫോസ്ഫറസ് 2 ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ആൽഫ ബ്ലാക്കും ബീറ്റ ബ്ലാക്കും. ഈ ആൽഫ ബ്ലാക്ക് ഉണ്ടാകുന്നത് ഹീറ്റിംഗ് റെഡ് ഫോസ്ഫറസ് ടു 803 കെൽവിൻ ഇൻ എ സീൽഡ് ട്യൂബ്. അപ്പോൾ അടച്ച ട്യൂബിൽ റെഡ് ഫോസ്ഫറസ് എടുത്ത് 803 കെൽവിൻ വരെ ചൂടാക്കിയാണ് ആൽഫ ബ്ലാക്ക് ഫോം ചെയ്യുന്നത്.
ബീറ്റ ബ്ലാക്ക് ഫോം ചെയ്യുന്ന വൈറ്റ് ഫോസ്ഫറസിനെ 473 കെൽവിൻ വരെ പ്രഷറിൻ്റെ സാന്നിധ്യം, ഹൈ പ്രഷറിൽ ചൂടാക്കിയാണ് നമ്മൾ ബീറ്റ ബ്ലാക്ക് ഫോസ്ഫറസ് ഫോം ചെയ്യുന്നത്. രണ്ടും എന്തിൽ ബേൺ ചെയ്യുന്നില്ല? ഓക്സിജനിൽ ബേൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എയറിൽ ബേൺ ചെയ്യുന്നില്ല. അടുത്തത് ഫോസ്ഫറസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോമ്പൗണ്ടാണ് ഫോസ്ഫീൻ. ഫോസ്ഫീൻ്റെ ഫോർമുല PH3 എന്നാണ്. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഈസ് ദ കോമ്പൗണ്ട് ഓഫ് ഫോസ്ഫറസ് സിമിലർ ടു അമോണിയ. അമോണിയക്ക് സിമിലറായ ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ട് ഏതാണ്? ഫോസ്ഫീനാണ്, PH3. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നേക്കാം? ഒന്നെങ്കിൽ കാൽഷ്യം ഫോസ്ഫൈഡ് വാട്ടറോ HCl ആയിട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് ഇക്വേഷൻസും പഠിക്കണം. അപ്പോൾ Ca3P2 plus 6H2O gives 3CaOH2 plus 2PH3. അപ്പോൾ ഇതിന് വാട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ HCl ഉപയോഗിക്കാം. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് കാൽഷ്യം ഫോസ്ഫൈഡ് വാട്ടറോ HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് PH3 ലഭിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡ് വൈറ്റ് ഫോസ്ഫറസ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. വൈറ്റ് ഫോസ്ഫറസും സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനും കൂടെ റിയാക്ട് ചെയ്താലും നമുക്ക് PH3 കിട്ടും. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം PH3യുടെ പ്രിപ്പറേഷൻ. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ പിരമിഡൽ ഷേപ്പാണ്. അമോണിയ പോലെ തന്നെ പിരമിഡൽ ഷേപ്പാണ് വിത്ത് എ ലോൺ പെയർ ഓൺ ദ ടോപ്പ്. പക്ഷേ ഇതിൻ്റെ ബോണ്ട് ആംഗിൾ അമോണിയ കഴിഞ്ഞും കുറവാണ്, 93 ഡിഗ്രിയാണ്. നമുക്ക് അതിന് കാരണം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രോപ്പർട്ടീസ് ആണ് കളർലെസ് ആണ്, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് പോയിസണസ് ആയിട്ടുള്ള ഗ്യാസാണ്. അതുകൊണ്ട് തന്നെ ഇത് വാറുകളിലൊക്കെ അല്ലെങ്കിൽ യുദ്ധങ്ങളിലൊക്കെ സ്മോക്ക് സ്ക്രീൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇതിന് ഒരു റോട്ടൻ ഫിഷി സ്മെല്ലാണ്, ചീത്തയായ മത്സ്യത്തിൻ്റെ ഒരു ഗന്ധമാണ് ഇതിനുള്ളത്. പിന്നെ ഇത് ബേസിക് നേച്ചറാണ്, വീക്കിലി ബേസിക്കാണ്. അമോണിയ പോലെ തന്നെ അമോണിയേക്കാളും ബേസിക് നേച്ചർ കുറവാണ്, വീക്കിലി ബേസിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് HBr, HI തുടങ്ങിയ ആസിഡുകളുമായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ടുകൾ ഫോം ചെയ്യുന്നു. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ദ ബേസിക് നേച്ചർ ഓഫ് PH3. PH3യുടെ ബേസിക് നേച്ചറിന് ഒരു ഉദാഹരണം പറയുന്നു. ഉദാഹരണം PH3 plus HBr gives PH4Br. ഇനി HIയുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ PH3 plus HI gives PH4I എന്ന ഒരു കോമ്പൗണ്ട്, ഒരു സോൾട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ യൂസുകൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ യൂസ്ഡ് ഇൻ ഹോം സിഗ്നൽസ്. ഹോം സിഗ്നൽസ് എന്ന് പറയാൻ കപ്പലുകളിൽ യാത്ര ചെയ്യുമ്പോൾ ദൂരെ നിന്ന് വരുന്ന കപ്പലിൻ്റെ ദിശ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിഗ്നലാണ് ഹോം സിഗ്നൽ. ഇതിനകത്ത് കാൽഷ്യം ഫോസ്ഫൈഡും കാൽഷ്യം കാർബൈഡും കൂടെ മിക്സ് ചെയ്ത് കണ്ടെയ്നേഴ്സിൽ മിക്സ് ചെയ്ത് അത് തുളച്ച് ദൂരേക്ക് എറിയുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അത് എയറുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോസ്ഫീൻ ഫോം ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അതൊരു സിഗ്നലായിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഹോം സിഗ്നൽ എന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്ത് യൂസ്ഡ് ഇൻ സ്മോക്ക് സ്ക്രീൻസ്. ഇത് പോയിസണസ് ഗ്യാസ് ആയതുകൊണ്ട് സ്മോക്ക് സ്ക്രീൻസിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ യൂസും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഇതിൻ്റെ പ്രിപ്പറേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഫോസ്ഫറസ് ഹാലൈഡ്സ് ആണ്. ഫോസ്ഫറസ് രണ്ട് ടൈപ്പ് ഹാലൈഡ്സ് ഫോം ചെയ്യും, PX3 ആൻഡ് PX5. ഹാലയുടെ എക്സ് ഒരു ഹാലജനാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് PCl3 ആൻഡ് PCl5. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫോസ്ഫറസിൻ്റെ ഹാലൈഡുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്, അതിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഹാലൈഡ് ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് PCl3. ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് PCl3. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഫോസ്ഫറസും ട്രൈക്ലോറിനുമായിട്ട് റിയാക്ട്. വൈറ്റ് ഫോസ്ഫറസിലേക്ക് എന്ത് കടത്തിവിടും? ട്രൈക്ലോറിൻ കടത്തിവിടും. അതിൻ്റെ ഇക്വേഷൻ P4 plus 6Ca2 gives 4PCl3. അപ്പോൾ വൈറ്റ് ഫോസ്ഫറസും ട്രൈക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ദ റിയാക്ഷൻ ഓഫ് വൈറ്റ് ഫോസ്ഫറസ് വിത്ത് തയോണിൽ ക്ലോറൈഡ് SOCl2മായിട്ട് റിയാക്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? PCl3 കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഓർത്തിരിക്കുക, ഏതെങ്കിലും ഒരു പ്രിപ്പറേഷനെങ്കിലും ഓർത്തിരിക്കുക. പിന്നെ സ്ട്രക്ചർ നേരത്തെ നമ്മൾ NH3യും BH3യും ഒക്കെ പറഞ്ഞതുപോലെ PCl3യും ഏത് ഷേപ്പാണ്? പിരമിഡൽ ഷേപ്പാണ് വിത്ത് ലോൺ പെയർ ഓൺ ദ ടോപ്പ്. അപ്പോൾ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷനാണ്, sp3 ഹൈബ്രിഡൈസേഷനാണ്. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഇത് ഫ്യൂംസ് ഇൻ മോയിസ്റ്റ് എയർ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. PCl3 ഫ്യൂംസ് ഇൻ മോയിസ്റ്റ് എയർ. നനവുള്ള എയറിൽ PCl3 പുകയുന്നു. കാരണം എന്ത്?
കാരണം എന്താണ്, PCl3 ഈ എയറിലെ മോയ്സ്ചറും അല്ലെങ്കിൽ വാട്ടർ വേപ്പറുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു, H3PO3 പ്ലസ് HCl ഫോം ചെയ്യുന്നു. അവിടെ HCl ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്ത് പുകയുന്നത്, PCl3 നനവുള്ള വായുവിൽ പുകയുന്നത്. അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് എഴുതേണ്ടത് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് HCl ഫോർമേഷൻ മൂലമാണ് ഇത് പുകയുന്നത്. പിന്നെ റിയാക്ട് വിത്ത് ആൽക്കഹോൾസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ആൽക്കഹോൾസ്, കാർബോക്സിലിക് ആസിഡ് തുടങ്ങിയ OH ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളുമായിട്ട് ഇത് റിയാക്ട് ചെയ്ത് കറസ്പോണ്ടിങ് ക്ലോറോ കോമ്പൗണ്ട്സ് ഉണ്ടാകും. ഉദാഹരണം 3C2H5OH പ്ലസ് PCl3 gives 3C2H5. ഇതിന്റെ OH ഗ്രൂപ്പ് അങ്ങനെ തന്നെ മാറിയിട്ട് പകരം ഒരു Cl വരും. അപ്പോൾ 3C2H5Cl പ്ലസ് H3PO3. അപ്പോൾ ഇനി എന്താണ്, കാർബോക്സിലിക് ആസിഡ് ആണെങ്കിലും ഇപ്പോൾ CH3COOH ആണെങ്കിൽ CH3COOH പകരം എന്ത് വരും, Cl വരും. അപ്പോൾ ഒരു OH ഗ്രൂപ്പ് മാറിയിട്ട് പകരം അവിടെ എന്ത് വരും, ഒരു Cl വരും. അതുപോലെ ഇത്രയുമാണ് PCl3യുടെ പ്രോപ്പർട്ടീസ്. അപ്പോൾ PCl3 ഉണ്ടാകുന്നത് വൈറ്റ് ഫോസ്ഫറസും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തുണ്ടാകാം, അല്ലെങ്കിൽ വൈറ്റ് ഫോസ്ഫറസും തയോണിൽ ക്ലോറൈഡ് Cl2മായിട്ട് റിയാക്ട് ചെയ്തുണ്ടാകാം. അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചർ പിരമിഡൽ ഷേപ്പ് വിത്ത് sp3 ഹൈബ്രിഡൈസേഷൻ. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ മോയിസ്റ്റ് എയറിൽ അല്ലെങ്കിൽ നനവുള്ള എയറിൽ പുകയുന്നു. പിന്നെ ആൽക്കഹോൾസ്, കാർബോക്സിലിക് ആസിഡ് തുടങ്ങിയ കോമ്പൗണ്ടുകളും OH ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളുമായി റിയാക്ട് ചെയ്ത ക്ലോറോ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നു. അടുത്തത് രണ്ടാമത്തെ കോമ്പൗണ്ട് ഹാലൈഡ് ഫോസ്ഫറസ് പെൻറ്റാഹാലൈഡ് ആണ്. ഫോസ്ഫറസ് പെൻറ്റാഹാലൈഡിൻ്റെ ഫോർമുല PCl5. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ബൈ ദ റിയാക്ഷൻ ഓഫ് വൈറ്റ് ഫോസ്ഫറസ് വിത്ത് എക്സസ് ഡ്രൈ ക്ലോറിൻ. അപ്പോൾ നമ്മൾ PCl3യിൽ വെറുതെ ഡ്രൈ ക്ലോറിൻ എന്നാണ് പറയുന്നത്, ഇതാണ് എക്സസ് ഡ്രൈ ക്ലോറിൻ. രണ്ടിൻ്റെ റിയാക്ഷൻ ഒന്ന് തന്നെ, പക്ഷേ ക്ലോറിൻ്റെ അളവ് ഇവിടെ കൂടുതലാണ്. അപ്പോൾ P4 പ്ലസ് 10Cl2 gives 4PCl5. അപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് എക്സസ് ഡ്രൈ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് കിട്ടും. പിന്നെ അല്ലെങ്കിൽ വൈറ്റ് ഫോസ്ഫറസും എന്തുമായിട്ട് റിയാക്ട് ചെയ്യാം, SO2Cl2മായിട്ട് റിയാക്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ മോയിസ്റ്റ് എയറുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോസ്ഫോറിക് ആസിഡും HCl ഫോം ചെയ്യുന്നു. H3PO4 HCl ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഓൺ ഹീറ്റിംഗ് ഇറ്റ് ഡീകമ്പോസസ് ടു PCl3 ആൻഡ് Cl2. ഹീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിട്ട് ഡീകമ്പോസ് ചെയ്യും, PCl3 ആൻഡ് Cl2. പിന്നെ ഓർഗാനിക്, നേരത്തത് അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സുമായിട്ട് റിയാക്ട് ചെയ്ത് ക്ലോറോ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. PCl3യുടെ പോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട് അല്ല, ആൽക്കഹോൾ, കാർബോക്സിലിക് ആസിഡ് തുടങ്ങിയ OH ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളുമായി റിയാക്ട് ചെയ്ത് ക്ലോറോ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അടുത്ത PCl5ന്റെ സ്ട്രക്ചറാണ്. വേപ്പർ ഫേസിൽ ഇത് ട്രൈഗണൽ ബൈപിരമിഡൽ മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ഡീഹൈബ്രിഡൈസേഷൻ ആണ്. വേപ്പർ ഫേസിൽ, അതായത് ബാഷ്പാവസ്ഥയിൽ ഇത് ട്രൈഗണൽ ബൈപിരമിഡൽ മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d. പക്ഷേ ഇത് അൺസ്റ്റേബിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. PCl5 ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് PCl3യും Cl2മായിട്ട് ഡീകമ്പോസ് ചെയ്യും. അതിന് കാരണം ഇതിൻ്റെ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി തന്നെയാണ്. ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിന് 3 ഇക്വറ്റോറിയൽ PCl ബോൺസും ഉണ്ട്, 2 ആക്സിയൽ PCl ബോൺസും ഉണ്ട്. 3 ഇക്വറ്റോറിയൽ ബോൺസും ഉണ്ട്, 2 ആക്സിയൽ ബോൺസും ഉണ്ട്. അപ്പോൾ ഇവയെ തമ്മിൽ എന്തുണ്ടാകും, റിപ്പൽഷൻ ഉണ്ടാകും. ഇവ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഇക്വറ്റോറിയൽ ബോണ്ടുകൾ ആക്സിയൽ ബോണ്ടുകൾ ഇക്വറ്റോറിയൽ ബോണ്ടുകളേക്കാൾ നീളം കൂടിയവയായിരിക്കും. അതുകൊണ്ടാണ് ഇത് അൺസ്റ്റേബിൾ ആയിരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അപ്പോൾ PCl5 മോളിക്യൂളിൽ there is repulsion between equatorial and axial bonds. So axial bonds are more elongated അല്ലെങ്കിൽ more longer than equatorial bonds. So it is unstable. പിന്നെ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഇതൊരു അയോണിക് സോളിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. PCl4 പ്ലസ് ആൻഡ് PSCl6 മൈനസ് എന്ന പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് അടങ്ങിയ ഒരു സോളിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. PCl4 പ്ലസ് അയോൺ ടെട്രാഹെഡ്രൽ ഷേപ്പും PCl6 മൈനസ് അയോൺ ഒക്ടാഹെഡ്രൽ ഷേപ്പും ആയിരിക്കും.
അടുത്തത് ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകളാണ്. അപ്പോൾ ഫോസ്ഫറസ് +1 തുടങ്ങി +5 വരെയുള്ള പല ഓക്സോ ആസിഡുകളും ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഓക്സോ ആസിഡുകളുടെ ലിസ്റ്റാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തത് ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ്, അതിനെ ഫോസ്ഫിനിക് ആസിഡ് എന്ന് വിളിക്കും. ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫിനിക് ആസിഡ്, അതിൻ്റെ ഫോർമുല H3PO2 എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. പിന്നെ അത് പ്രിപ്പയർ ചെയ്യുന്ന വൈറ്റ് ഫോസ്ഫറസും ആൽക്കലിയുമായിട്ട്, ആൽക്കലി എന്ന് പറഞ്ഞാൽ NaOH, KOH അങ്ങനെയുള്ള OH ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളുമായിട്ട് റിയാക്ട് ചെയ്താണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിന് ടെട്രാഹിഡ്രൽ ഷേപ്പാണ്. അപ്പോൾ അതിനകത്ത് ഒരു P ഡബിൾ ബോണ്ട് O ഗ്രൂപ്പും ഒരു POH ഗ്രൂപ്പും 2 PH ബോണ്ടുകളുമാണുള്ളത്. അപ്പോൾ ഈ 2 PH ബോണ്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് H+ അയോൺസിനെ കൊടുക്കാനായിട്ട് ഇവയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവ റെഡ്യൂസിങ് നേച്ചർ ഉള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫിനിക് ആസിഡ് റെഡ്യൂസിങ് സ്വഭാവമുള്ള ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 PH ഗ്രൂപ്പുകളാണ്. പിന്നെ ഇതിൻ്റെ അസിഡിക് നേച്ചർ അല്ലെങ്കിൽ OH ഗ്രൂപ്പുകളുടെ എണ്ണം അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ബേസിസിറ്റി അല്ലെങ്കിൽ റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം കാണിക്കുന്നത്. അപ്പോൾ ഒരു POH ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ബേസിസിറ്റി എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇതിൻ്റെ ബേസിസിറ്റി എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി രണ്ടാമത്തത് ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോനിക് ആസിഡ്. ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോനിക് ആസിഡ്, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഫോസ്ഫറസ് ട്രയോക്സൈഡിൻ്റെ ഹൈഡ്രോളിസിസ് വഴിയാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇത് ടെട്രാഹെഡ്രൽ ഷേപ്പ് തന്നെയാണ്. OH ഗ്രൂപ്പുകളുടെ എണ്ണം 2 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിസിറ്റി എത്രയാണ്? 2 ആണ്. ഇനി മൂന്നാമത്തെ ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്. ഫോർമുല H3PO4 ആണ്. ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഫോസ്ഫറസ് പെൻറ്റോക്സൈഡിൻ്റെ ഹൈഡ്രോളിസിസ് വഴിയാണ്. ഇനി ഇതിൻ്റെ OH ഗ്രൂപ്പുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 3 OH ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ബേസിസിറ്റി 3 ആണ്. പിന്നെ അടുത്ത പൈറോ ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ അതിൻ്റെ ഫോർമുല H4P2O7. അപ്പോൾ 2 ഇങ്ങനെ H3PO4 യൂണിറ്റുകൾ ഒരു ഡീഹൈഡ്രേഷൻ വഴി ലിങ്ക് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പൈറോ ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ അതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് നമുക്ക് പൈറോ ഫോസ്ഫോറിക് ആസിഡ് കിട്ടും. അപ്പോൾ അതിൻ്റെ ബേസിസിറ്റി നോക്കുകയാണെങ്കിൽ 4 OH ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. ബേസിസിറ്റി 4 ആണ്. പിന്നെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ഓക്സോ ആസിഡുകൾ എന്ന് പറഞ്ഞാൽ മെറ്റാഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, അതുപോലെ ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ് ഉണ്ട്, അതുപോലെ H4P2O6 ഉണ്ട്. ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ നോട്ട്ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഫോസ്ഫറസിൻ്റെ ഓക്സോ ആസിഡുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറും ബേസിസിറ്റിയും അതുപോലെ അതിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മൾ ഗ്രൂപ്പ് 16 എലമെൻസിലേക്ക് ഇറങ്ങും. ഗ്രൂപ്പ് 16 മൂലകം. ഗ്രൂപ്പ് 15 എല്ലാം കഴിഞ്ഞു. ഗ്രൂപ്പ് 16 മൂലകങ്ങൾ. നമുക്കറിയാം ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലിയാണ്. ഗ്രൂപ്പ് 16 വേറൊരു പേരെന്താണ്? ഓക്സിജൻ ഫാമിലി. ഇതിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. ഇത്രയാണ് ഇതിൻ്റെ എലമെൻറ്റ്സ്. ഇനി നമുക്കറിയാം ഇതിൻ്റെ എബണ്ടൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്സിജൻ നമുക്ക് അന്തരീക്ഷത്തിൽ ഏകദേശം 21% ഓക്സിജൻ ഉണ്ട്. അപ്പോൾ എർത്തിൻ്റെ സർഫസിലും ഏറ്റവും എബണ്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ധാരാളമായിട്ടുള്ള എലമെൻ്റ് ഏത് തന്നെയാണ്? ഓക്സിജനാണ്. പിന്നെ ഓക്സൈഡുകളൊക്കെ ആയിട്ട് ഇത് കൂടുതലും എക്സിസ്റ്റ് ചെയ്യുന്നു. പിന്നെ സൾഫർ ആണെങ്കിൽ മെയിനായിട്ടുള്ള സോഴ്സുകൾ ജിപ്സത്തിൻ്റെ ഫോർമുല CaSO4 2H2O, എപ്സം സോൾട്ട് MgSO4 7H2O,
അതുപോലെ സൾഫൈഡ്സ് ലൈക്ക് ലെഡ് സൾഫൈഡ്, സിങ്ക് സൾഫൈഡ്, അതുപോലെ കോപ്പർ പൈറൈറ്റീസ് ഒക്കെ. പിന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് മിൽക്ക്, അതുപോലെ എഗ്ഗ്, അതുപോലെ ഹെയർ, ഇതിലൊക്കെ എന്ത് അടങ്ങിയിട്ടുണ്ട്? സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുകയാണെങ്കിൽ NS2 NP4 ആണ്. 16 ഗ്രൂപ്പ് 16 മൂലകങ്ങളുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? NS2 NP4. അതുപോലെ അയണൈസേഷൻ എന്തായാലും നമുക്കറിയാം, ഏറ്റവും ലൂസായിട്ടുള്ള ഇലക്ട്രോണിനെ, ഏറ്റവും ലൂസായിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിനെ നമ്മൾ നീക്കാൻ വേണ്ട എനർജിയാണ് അയണൈസേഷൻ എന്താൽപ്പി. ഇപ്പോൾ ഗ്രൂപ്പ് 15നെ അപേക്ഷിച്ച് ഗ്രൂപ്പ് 16 എലമെന്റ്സിന് അയണൈസേഷൻ എന്താൽപ്പി കുറവായിരിക്കും. കാരണം എന്താണ്? ഗ്രൂപ്പ് 15ന് ഹാഫ് ഫിൽഡ് p ഓർബിറ്റൽസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ അയണൈസേഷൻ എന്താൽപ്പി കൂടുതലായി. ഇപ്പോൾ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, അവയ്ക്ക് അയണൈസേഷൻ എന്താൽപ്പി കൂടുതലായിരിക്കും. പക്ഷേ ഗ്രൂപ്പ് 16 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ലഭിക്കും? സ്റ്റെബിലിറ്റി ലഭിക്കും. അതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഉദാഹരണം ആയിട്ട് ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6 എന്നാണ്. അപ്പോൾ ഒരു രണ്ട് ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഇതിൻ്റെ അയണൈസേഷൻ എന്താൽപ്പി വളരെ ഇതിനെ ഗ്രൂപ്പ് 15നെ അപേക്ഷിച്ച് കുറവായിരിക്കും. പിന്നെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. അടുത്ത ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പറയുകയാണെങ്കിൽ താഴേക്ക് വരുന്തോറും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ലെസ് നെഗറ്റീവായിട്ടാണ് വരേണ്ടത്. പക്ഷേ ഓക്സിജന് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഏതിനേക്കാൾ കുറവാണ്? സൾഫറിനേക്കാൾ കുറവാണ്. ഇതിന് കാരണമായിട്ട് പറയുന്നത് ഓക്സിജന്റെ വാലൻസ് ഷെല്ല് ചെറുതാണ്, അപ്പോൾ കോമ്പാക്റ്റ് നേച്ചറാണ്. അപ്പോൾ അതിലേക്ക് ഒരു ഇലക്ട്രോണും കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ വരുമ്പോഴത്തേക്ക് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഓക്സിജന് എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഏതിനേക്കാൾ കുറവായിട്ട് വരും? സൾഫറിനേക്കാൾ കുറവായിട്ട് വരുന്നത്. പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഹാലജൻസിനെ അപേക്ഷിച്ച് അടുത്ത ഗ്രൂപ്പ് ഹാലജൻസിനെ അപേക്ഷിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. നമുക്കറിയാം ഏറ്റവും അധികം ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലമെന്റ് ഏതാണ്? ഫ്ലൂറിനാണ്. പക്ഷെ അതിനേക്കാൾ തൊട്ടടുത്തുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഓക്സിജനാണ്. എത്രയാണ്? 3.5 ആണ്. 3.5 ആണ് ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഹാലജൻസിനേക്കാളും കുറച്ചുകൂടെ കുറവായിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി. പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുകയാണെങ്കിൽ ഓക്സിജനും സൾഫറും നോൺ മെറ്റൽസ് ആണ്. സെലീനിയവും ടെലൂറിയവും മെറ്റലോയിഡ്സ് ആണ്. പൊളോണിയം മെറ്റലാണ്. അപ്പോൾ താഴേക്ക് വരുന്നതോറും മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്താണ് വരുന്നത്. പിന്നെ ഓക്സിജനും ലോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ്. കാരണം ഓക്സിജൻ ഒരു ഡയാറ്റോമിക് ഗ്യാസ് ആണ്. നമുക്കറിയാം ഓക്സിജൻ O2 ആണ്. അപ്പോൾ അതൊരു ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡയാറ്റോമിക് ഗ്യാസ് ആണ്. പക്ഷെ സൾഫറിന് ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ്. അതിന് കാരണം എന്താണ്? അത് S8 മോളിക്യൂളുള്ള സോളിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പോളി അറ്റോമിക് സോളിഡ് മോളിക്യൂൾ അല്ലെങ്കിൽ S8 മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 16 എലമെന്റ്സ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് മെയിനായിട്ട് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഒരു കോമ്പൗണ്ടിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. പക്ഷെ OF2 എന്ന കോമ്പൗണ്ടിൽ ഓക്സിജൻ കാണിക്കുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ ഓക്സിജൻ ഫ്ലൂറൈഡ് എന്നാണ് വിളിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, OF2നെ ഓക്സിജൻ ഫ്ലൂറൈഡ് എന്ന് വിളിക്കാൻ കാരണം അവിടെ ഓക്സിജൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അതുപോലെ മറ്റുള്ളവ കാണിക്കുന്ന ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും? +2, +4, +6 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. -2 കൂടാതെ +2, +4, +6 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. പക്ഷെ താഴേക്ക് വരുന്നതോറും +6 സ്റ്റേറ്റ് കാണിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ദ സ്റ്റെബിലിറ്റി ഓഫ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അതിന് കാരണം ഇനേർട്ട് പെയർ ഇഫക്റ്റ് ആണ്. നേരത്തെ പറഞ്ഞാണ് ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ഇലക്ട്രോൺസിന്റെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ വിളിക്കുക ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഇനി ഇവിടെ ഓക്സിജൻ നമുക്കറിയാം ഏറ്റവും ഫസ്റ്റ് മെമ്പറാണ്. ഓക്സിജൻ ആ ഗ്രൂപ്പിന്റെ തലവനാണ്. അപ്പോൾ ആ മെമ്പർ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ഗ്രൂപ്പിലും പഠിച്ചതാണ്. സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഈ കാരണങ്ങൾ കൊണ്ട് അവ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ എന്തൊക്കെ കാര്യങ്ങളിലാണ് അനോമലി കാണിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഓക്സിജന്റെ ഹൈഡ്രേറ്റ് ആയ H2O
സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ളവ H2Sഉം H2SCയും H2TEയും ഒന്നും ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജന്റെ ഹൈഡ്രൈഡ് വാട്ടർ ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റും ഒക്കെയുള്ള ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവ ഗ്യാസുകളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്, വൈ ഡസ് H2O exist as a liquid with a high boiling point but H2S is a gas. അപ്പോൾ H2Oയിൽ ഏതുണ്ട്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അതിന് കാരണം ഓക്സിജന്റെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. സൾഫറിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായതുകൊണ്ട് അത് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നില്ല. പിന്നെ ഓക്സിജന് മാക്സിമം എത്ര വാലൻസി വാല്യൂ കാണിക്കാൻ സാധിക്കുള്ളൂ? 4 വാലൻസ് ഓർബിറ്റൽസ്. അപ്പോൾ മാക്സിമം വാലൻസി 4 ആണ്. പക്ഷെ അതേഴ്സ് മറ്റുള്ളവ ഹൈ വാലൻസീസ് കാണിക്കും. പിന്നെ അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഇൻ ദ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ, ഇപ്പോൾ ഈ ഗ്രൂപ്പ് 16 എലമെന്റ്സ് H2E എന്ന ഫോർമുലയുള്ള ഹൈഡ്രൈഡുകൾ ഫോം. E എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആകാം, സൾഫർ ആകാം, സെലീനിയം ആകാം, ടെലൂറിയം ആകാം. അപ്പോൾ H2O, H2S, H2SC, H2TE തുടങ്ങിയവ ഫോം ചെയ്യുന്നു. പിന്നെ ഇവ താഴേക്ക് വരുന്നതോറും ഇതിൻ്റെ റെഡ്യൂസിങ് നേച്ചർ, ഈ ഹൈഡ്രൈഡുകളുടെ റെഡ്യൂസിങ് നേച്ചർ താഴേക്ക് വരുന്നതോറും കുറഞ്ഞാണിരിക്കുന്നത്. അതുപോലെ അസിഡിക് നേച്ചർ താഴേക്ക് വരുന്നതോറും ഇൻക്രീസ് ചെയ്യും. പിന്നെ തെർമൽ സ്റ്റെബിലിറ്റി താഴേക്ക് റെഡ്യൂസിങ് നേച്ചർ താഴേക്ക് വരുമ്പോൾ ഇൻക്രീസ് ചെയ്താണ് വരുന്നത്. കാരണം എന്താണ്? താഴേക്ക് വരുന്നതോറും അതിൻ്റെ ബോണ്ട് എന്താൽപ്പി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി കുറഞ്ഞാണ്. അപ്പോൾ താഴേക്ക് വരുന്നതോറും ബോണ്ട് വീക്കായിട്ട് മാറും. അതുകൊണ്ട് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി കുറഞ്ഞു വരും. അപ്പോൾ ഇതിന് 3 എണ്ണത്തിനും ഒരേ കാരണമാണ്. ഡ്യൂ ടു ഡിക്രീസ് ഇൻ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഡൗൺ ദ ഗ്രൂപ്പ്. താഴേക്ക് വരുന്നതോറും ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി കുറഞ്ഞു വരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വിഘടിച്ച് ഹൈഡ്രജന് കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് റെഡ്യൂസിങ് നേച്ചർ താഴേക്ക് വരുന്നതോറും കൂടി വരും. തെർമൽ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. അതുപോലെ എന്താണ്? അസിഡിക് നേച്ചറും താഴേക്ക് വരുന്നതോറും ഇൻക്രീസ് ചെയ്ത് വരും. അടുത്ത റിയാക്ഷൻ വിത്ത് ഹാലജൻസ് ആണ്. ഈ ഗ്രൂപ്പ് 16 എലമെന്റ്സ് 3 ടൈപ്പ് ഹാലൈഡുകൾ ഫോം ചെയ്യും. EX2, EX4, EX6. ഇപ്പോൾ ഈ ഹെക്സാ ഹാലൈഡുകളിൽ ഹെക്സാ ഫ്ലൂറൈഡുകൾ മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ഹെക്സാ ഫ്ലൂറൈഡ്സ് മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഈ ടെട്രാ ഫ്ലൂറൈഡുകളുടെ കാര്യം, ഇപ്പോൾ 4 വാലൻസിയുള്ള ഫ്ലൂറൈഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അതെല്ലാം ട്രയഗണൽ ബൈപിരമിഡൽ വിത്ത് sp3 ഡീഹൈബ്രിഡൈസേഷൻ ആണ്. ട്രയഗണൽ ബൈപിരമിഡൽ വിത്ത് sp3 ഡീഹൈബ്രിഡൈസേഷൻ. ഇതിന് സീസോ ഇങ്ങനെയുള്ള ഈ ടെട്രാ ഫ്ലൂറൈഡുകൾക്ക് സീസോ ജിയോമെട്രിയാണുള്ളത്. കാരണം ഈ ഇക്വറ്റോറിയൽ പൊസിഷൻ, ഒരു ഇക്വറ്റോറിയൽ പൊസിഷനിൽ ഒരു ലോൺ പെയർ വരുന്നത് കൊണ്ട് എന്താണ്? ഇതിനൊരു സീസോ ഷേപ്പാണുള്ളത്, സീസോ ജിയോമെട്രിയാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഉദാഹരണം SF4 സ്ട്രക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് കണ്ടാൽ